വളരെ ബിസി ആയിട്ടുള്ള ഒരു വർക്കിംഗ് പേരൻ്റാണോ നിങ്ങൾ? നിങ്ങളുടെ ഫുൾ ടൈം ജോലിയുടെ കൂടെ തന്നെ ഓവർ ടൈമും നൈറ്റ് ഡ്യൂട്ടിയും എക്സ്ട്രാ ഷിഫ്റ്റും ഒക്കെ ചെയ്ത് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു മദറോ ഫാദറോ ആയിരിക്കാം നിങ്ങളൊരു പക്ഷേ. ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എൻ്റെ പേര് സൗമ്യ എന്നാണ്. ഞാൻ അയർലൻഡിലാണ്. ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആണ്. അപ്പം ഞാനൊരു ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഫുൾ ടൈമായിട്ട് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആ കൂടെ തന്നെ ഒരു 1.5 വർഷം മുമ്പ് ഞാനൊരു ഡിജിറ്റൽ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിള്ളേർ രണ്ടുപേരും ഇപ്പോൾ സെക്കൻഡറി സ്കൂളിലാണ്. മൂത്താൾക്ക് 16 വയസ്സായി. അപ്പോൾ അവൾ കോളേജിലേക്കൊക്കെ പോകാറാകുന്നു. ഇപ്പോൾ 5th ഇയറിലേക്ക് കയറുകയാണ്. അപ്പോൾ അവൾ കോളേജിലേക്ക് പോകാറായി. അപ്പോൾ അങ്ങനെ നമുക്ക് ചിലവുകൾ കൂടിക്കൂടി വരികയാണ്. നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്കറിയാം നമ്മളിവിടെ അയർലൻഡിലും UK-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡും ഒക്കെയുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് നല്ല സാലറി ഉണ്ട്, ഡീസൻറ്റ് പേ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടുത്തെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോകാനുള്ളതും അല്ല നമുക്ക് സേവിങ്സിനായിട്ട് അധികം മാറ്റിവെക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികളുടെ കോളേജ് വരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിലവ് കൂടി വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു ജോലി കൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ എന്താവും അറിയില്ല. കാരണം നമുക്ക് ഈ ഒരു 65 വയസ്സ് വരെയൊക്കെ നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് വരെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഏണിങ്സിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അതും നമ്മുടെ ഫുൾ ടൈം ജോലിയുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ആയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമുണ്ട്. ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ലീഗലായിട്ടുള്ള ടാക്സബിൾ ആയിട്ടുള്ള ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പറയട്ടെ, ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കണക്ഷൻസ് എറൗണ്ട് ദ ഗ്ലോബിലുള്ള ഒത്തിരി ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. നമ്മുടെ ബിസിനസ് ലീഗലാണ്. നമുക്ക് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. നമുക്ക് എല്ലാ വർഷവും ഇയർ എൻഡിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മക്കൾക്ക് 18 വയസ്സായി കഴിയുമ്പോൾ അവരുടെ പേരിലേക്ക് ബിസിനസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ലെജിറ്റായിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ എൻ്റെ പേജിലൊക്കെ ഞാൻ ലൈവായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വരുന്ന എൻക്വയറീസിൽ ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ പേടിയാണ്, സ്കാം ആണെന്നൊക്കെ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു ബിസിനസ് മെൻറ്റർ കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും എല്ലാം എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ഇൻസൈഡ്. ഗോഡ് ബ്ലെസ് യു.